ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെവാപ്സ് മലയാളം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സ്പ്ലാഷ് സ്ക്രീൻ റെഡി ആയിട്ടുണ്ട്. ഈ സ്ക്രീനിൽ വന്നിട്ട് നമുക്കൊരു 2 സെക്കൻഡ് കഴിയുമ്പം അടുത്ത സ്ക്രീനിലേക്ക് പോകണം. അപ്പോൾ അതിന് നമുക്ക് സെറ്റ് ടൈം ഔട്ട് എന്ന് പറയുന്ന ആ ഒരു ഫങ്ഷനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാദ്യം നമുക്ക് നാവിഗേഷൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് കോൺസ്റ്റ് നാവിഗേഷൻ യൂസ് നാവിഗേഷൻ എന്ന് പറയുന്ന ഒരു യൂസ് നാവിഗേഷൻ എന്ന് പറയുന്ന ഒരു ഹുക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. അതിനെ നാവിഗേഷൻ എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തേക്ക് അസൈൻ ചെയ്തിട്ടാണ് നമ്മൾ യൂസ് എഫക്റ്റ് ഹുക്ക് യൂസ് ചെയ്യും. യൂസ് എഫക്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് നാവിഗേഷൻ ഡോട്ട് നാവിഗേറ്റ് ലോഗിൻ സ്ക്രീൻ നോക്കാം. ഇപ്പം നമ്മൾ ഈ സ്ക്രീനിൽ വന്ന ഉടനെ തന്നെ ഇത് ലോഗിൻ സ്ക്രീനിലേക്ക് പോയി. ജസ്റ്റ് ഒന്ന് കാണിക്കാം. അവിടെ സ്പ്ലാഷ് വന്നു, അപ്പം തന്നെ ഈ ലോഗിൻ സ്ക്രീനിലേക്ക് പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ സ്പ്ലാഷ് സ്ക്രീൻ ലോഡായിട്ടുണ്ട്. അപ്പം തന്നെ യൂസ് എഫക്റ്റ് വിളിക്കും. യൂസ് എഫക്റ്റിൽ ഈ നാവിഗേഷൻ ഫംഗ്ഷൻ കോൾ ആകും. സോ നമുക്കിവിടെ ഒരു ടൈമർ ഇടാം. അതിനു വേണ്ടി സെറ്റ് ടൈം ഔട്ട് എന്ന് പറയുന്ന ഫംഗ്ഷനുകളിലേക്ക് നമുക്കൊരു 3 സെക്കൻഡ് ഡിലേ ഇടാം. അപ്പം ഇവിടെ ആപ്പ് ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യാം. അപ്പോൾ സ്പ്ലാഷ് സ്ക്രീനിൽ വന്നു. ഒരു 3 സെക്കൻഡ് വെയിറ്റ് ചെയ്തു. അതിനുശേഷം ആണ് ലോഗിൻ സ്ക്രീനിലേക്ക് പോയി. ഇനി നമുക്ക് ലോഗിൻ സ്ക്രീൻ ഡിസൈൻ ചെയ്യാം. നമുക്ക് കമ്പോണൻസ് ഫോൾഡറിൽ ഒരു ഇൻഡെക്സ് കൊടുക്കാം. എക്സ്പോർട്ട് കോൺസ്റ്റ് components equal to നമുക്ക് ആപ്പ് ഐക്കൺ എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് ആപ്പ് ഐക്കൺ ആപ്പ് ഐക്കൺ അല്ല, നമുക്ക് ആപ്പ് ലോഗോ എന്ന് കൊടുക്കാം. അപ്പോൾ അതിനുള്ളിൽ
ആപ്പ് ലോഗോ എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. applogo.js. ഇതിലിപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്പ്ലാഷ് സ്ക്രീനിൽ നമ്മൾ ഈ ഒരു ഇമേജ് കൊടുത്തിട്ടില്ലേ, ഇതിനെ നമുക്കൊരു റീയൂസബിൾ കമ്പോണൻ്റ് ആക്കി മാറ്റാം. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇമേജ് അതുപോലെ തന്നെ സോഴ്സ്, ഇമേജസിൻ്റെ സോഴ്സിനെ ഇമ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ ആ പൈക്കൺ എന്ന് പറയുന്ന ആ ഒരു സ്റ്റൈല് ഓക്കെ. ഇനി സ്പ്ലാഷ് സ്ക്രീൻ ഒന്ന് സേവ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി ഈ നാവിഗേഷൻ ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്നിട്ട് റീഫ്രഷ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സ്പ്ലാഷിൽ വന്ന് നിൽക്കുകയാണ്. സ്പ്ലാഷിൽ നമ്മുടെ ടെക്സ്റ്റ് അങ്ങ് ടോപ്പിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഇമേജിനായിരുന്നു ഈ മാർജിൻ ടോപ്പ് നമ്മൾ സെറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ആ ഇമേജിനെ നമ്മളിപ്പം ആപ്പ് ലോഗോ എന്ന് പറയുന്ന ഒരു ഫയലിനകത്തേക്ക് മാറ്റിയേക്കുവാണ്. ഇനി അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ കമ്പോണൻസിൻ്റെ ഇൻഡെക്സിൽ വന്നിട്ട് നമുക്ക് ആപ്പ് ലോഗോനെ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാം. ആപ്പ് ലോഗോനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ഇതിൻ്റെ പുറത്താണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റിന് മണ്ടയിൽ നമ്മൾ ആദ്യം കമ്പോണൻറ്റ്സ് ഡോട്ട് ആപ്പ് ലോഗോനെ ജസ്റ്റ് വിളിക്കാം. ആപ്പ് ലോഗോ ഓക്കെ, നമ്മുടെ ആപ്പ് ഐക്കൺ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാർജിൻ ടോപ്പ് നമുക്കെടുത്ത് അല്ലെങ്കിൽ ഈ മാർജിൻ ടോപ്പ് ഇവിടെ നിൽക്കട്ടെ. സ്പ്ലാഷിൽ വന്നിട്ട് നമ്മൾ നാവിഗേറ്റ് ചെയ്ത് പോകും. ഓക്കെ, ഇപ്പോൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്പ്ലാഷ് സ്ക്രീനിലുണ്ടായിരുന്ന ഇമേജിൻ്റെ കമ്പോണൻറ്റിനെ എടുത്ത് നമ്മൾ ആപ്പ് ലോഗോ എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റാക്കി ക്രിയേറ്റ് ചെയ്തു, ഒരു കോമൺ കമ്പോണൻ്റായിട്ട് ക്രിയേറ്റ് ചെയ്തു. കാരണം ഈ ഒരു ആപ്പ് ലോഗോനെ നമുക്ക് വേറെ ഒരു കമ്പോണൻറ്റിൽ അല്ലെ വേറെ സ്ക്രീനുകളിൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലോഗിൻ സ്ക്രീനിലാണ്. അപ്പം ലോഗിൻ സ്ക്രീനിൽ നമുക്ക് നമ്മുടെ ആപ്പ് ലോഗോ കാണാം. അപ്പോൾ കമ്പോണൻറ്റ്സ് ഡോട്ട് ആപ്പ് ലോഗോ വിളിച്ചാൽ നമ്മുടെ ആപ്പ് ലോഗോ ഇവിടെ ഇപ്പം വന്നിട്ടുണ്ട്. പക്ഷേ ഈ ആപ്പ് ലോഗോയ്ക്ക് മാർജിൻ അത് കുഴപ്പമില്ല. ആപ്പ് ലോഗോനെ നമുക്ക് സെൻറ്ററിൽ അലൈൻ ചെയ്യാനായിട്ട് അലൈൻ സെൽഫ് എന്ന് പറയുന്ന ഒരു സ്റ്റൈൽ പ്രോപ്പർട്ടി ഉണ്ട്. അലൈൻ സെൽഫ് സെൻറ്റർ കൊടുക്കാം. അപ്പോൾ ആ ഒരു ഇത് സെൻറ്റർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇത് ലോഗിൻ സ്ക്രീൻ ആണല്ലോ. അപ്പോൾ ലോഗിൻ സ്ക്രീനിന് 2 ഇൻപുട്ട് ഫീൽഡ് കൊടുക്കാം. അതായത് നമ്മൾ യൂസർ നെയിം
ടൈപ്പ് ചെയ്യാനും അതുപോലെ തന്നെ പാസ്വേഡ് ടൈപ്പ് ചെയ്യാനും. അപ്പോൾ അതും കോമൺ ആയിട്ട് വരുന്നതാണ്. അതായത് നമ്മുടെ യൂസർ നെയിം ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ഇൻപുട്ട് ഫീൽഡ് തന്നെ നമുക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ഇൻപുട്ട് ഫീൽഡാക്കി മാറ്റാം. അപ്പോൾ അതിന് നമുക്ക് പുതിയൊരു ഫോൾഡർ ആഡ് ചെയ്യാം. ഇൻപുട്ട് എന്ന് പറഞ്ഞ് അതിനകത്ത് input.js ഒരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇൻഡെക്സിൽ വന്നിട്ട് അതിനെ എക്സ്പോർട്ട് ചെയ്യണം. ഇൻപുട്ട്. ഇനി നമുക്ക് ലോഗിൻ സ്ക്രീനിലെ ആ ഇൻപുട്ടിനെ നമുക്കൊന്ന് വിളിച്ച് നോക്കാം. അതായത് ലോഗോ കഴിഞ്ഞിട്ട്. അപ്പോൾ അതിന് components.input. ഓക്കെ, അപ്പോൾ ആ ഇൻപുട്ട് എന്നുള്ള കമ്പോണൻറ്റ് വന്നിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഈ ഇൻപുട്ട് കമ്പോണൻറ്റിനെ ഡിസൈൻ ചെയ്യാം. അപ്പോൾ എന്തുവാ, ഒക്കെ ഇൻപുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് ഇൻപുട്ട് വേണം. അതായത് ഒന്ന് യൂസർ നെയിമിനും ഒന്ന് പാസ്വേഡിനും. പക്ഷേ ഇപ്പോൾ ഇവിടെ എല്ലാം രണ്ടിടത്ത് ഇൻപുട്ടെന്ന് വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻപുട്ട് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ നമ്മൾ കോമൺ ആയിട്ടാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് രണ്ട് പ്രോപ്പ് പാസ് ചെയ്യാം. അതായത് നമുക്ക് ലേബൽ എന്ന് പറഞ്ഞ് ഒരു പ്രോപ്പ് പാസ് ചെയ്യാം. ലേബൽ ഒന്ന് യൂസർ നെയിം, രണ്ടാമത്തേത് ലേബൽ പാസ്വേഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇൻപുട്ടിനകത്തേക്ക് നമ്മൾ രണ്ട് ലേബൽ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാസ് ചെയ്യുന്ന പ്രോപ്പിനെ നമ്മളിവിടെ ഡീസ്ട്രക്ചർ ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ ടെക്സ്റ്റിനകത്ത് അത് കാണിക്കാം, ലേബലെന്ന് കാണിക്കാം. അപ്പോൾ നമുക്കിവിടെ യൂസർ നെയിമെന്നും പാസ്വേഡെന്നും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുവാ, നമ്മൾ ഇൻപുട്ടെന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് കോമൺ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഇൻപുട്ട് കമ്പോണൻറ്റിനെ നമ്മൾ മൾട്ടിപ്പിൾ ടൈം കോൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കൊടുത്തേക്കുന്ന ഈ പ്രോപ്പ് വ്യത്യാസമാണ്, പ്രോപ്പിൻ്റെ വാല്യൂ വ്യത്യാസമാണ്. ഒന്ന് യൂസർ നെയിമിനാണ്, ഒന്ന് പാസ്വേഡിനാണ്. ഇനി നമുക്ക് ഈ ഒരു ഇൻപുട്ട് കണ്ടെയ്നർ ഡിസൈൻ ചെയ്യാം. അപ്പോൾ അതിന് സ്റ്റൈൽ കൊടുക്കാം, സ്റ്റൈൽ ടു കണ്ടെയ്നർ ഇതിന് നമുക്ക് വിഡ്ത്ത് ഒരു 80% കൊടുക്കാം. ഹൈറ്റ് ഒരു 50 പിക്സൽ കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടെയ്നർ എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടി ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ആഡ് ചെയ്യാം. റെഡ് എന്ന് കൊടുത്താൽ ഇതാണ് നമ്മുടെ കണ്ടെയ്നർ വന്നേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഇൻപുട്ടുമായിട്ട് ജസ്റ്റ് ഒന്ന് ഒരു മാർജിൻ കൊടുക്കാം. മാർജിൻ ടോപ്പ് ഒരു 15 കൊടുക്കാം. ഇതിനെ സെൻറ്റർ ആക്കാനായിട്ട് അലൈൻ സെൽഫ്
സെൻറ്റർ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെവാപ്സ് മലയാളം.